ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. എനിക്കിങ്ങനെ ഉച്ചയായി ഇടയിൽ ഉച്ചയായി കഴിഞ്ഞാൽ തുണിയൊക്കെ ഇങ്ങനെ നിലത്തേക്ക് ആണ്. ഇത് കാറ്റൊന്നും കൊണ്ടാണ്, സൂര്യൻ കൂടിയത് കൊണ്ടാണ്. ഓ മീനൊക്കെ ഉഷാറായി കിടക്കുന്നുണ്ട്. പയറ് ഒന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പച്ചപ്പയറൊക്കെ തിന്നാൻ ടേസ്റ്റ് അറിയോ? ഓ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതില്ലല്ലോ ഒന്ന് പറിച്ചാലോ? നല്ല ഫ്രഷ് പയർ. ഇതാ ഒരു രക്ഷയില്ല. ഇന്ന് ഞാൻ നേരത്തെ എണീറ്റ് പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എണീക്കാൻ വെച്ചിട്ട് അലാറം വെച്ചിട്ട് തന്നെ കടന്നുറങ്ങി. എണീറ്റ് ഉച്ചയ്ക്ക് എന്തായാലും അപ്പോൾ ആ മീൻ്റെ എന്തെങ്കിലും കസോളം ഇട്ടാലാണ് അതിൻ്റെ വെള്ളം ക്ലീൻ ആവുള്ളൂ. അങ്ങനെ വൈകുന്നേരം പോയിട്ട് എന്തെങ്കിലും കസോള ഉണ്ണീൻ്റെ അവിടെ നിന്നോ അല്ലെങ്കിൽ കിണറിന്നോ പൊക്ക എന്തെങ്കിലും കസോള അതുണ്ട്. ഒരു പൂ പോലത്തെ കസോള ഉണ്ട് അവിടെ, അത് അവിടെ നിന്ന് കോരാം. എണീറ്റാൽ മതിയല്ലോ. ഒരു 8-9 മണി. നമ്മളെന്തായാലും 9 മണിക്ക് എണീക്കണം. എന്ത് നല്ല ആകാശം, ഒന്ന് പറക്കാൻ പറ്റുകയാണെങ്കിൽ. ആഹാ ഇപ്പോഴത്തെ കുറച്ച് മാക്സിമം എന്താ പറയുക വൈകുന്നേരം ആയിക്കണം. ഞാൻ ഉച്ചയ്ക്ക് തിന്നാൻ തുടങ്ങി. എങ്ങനെ ഇത് ഉച്ചയ്ക്ക് ഇങ്ങനെ ഞാൻ ഗെയിം കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നാരങ്ങ അച്ചാർ ഇങ്ങനെ വെറുതെ നിന്നപ്പോൾ അതിൽ ചോറ്. ഇപ്പോഴത്തെ ഈ സാധനം മറ്റേ ഗണപതി നാരങ്ങ എന്ന് പറയാം. അപ്പോൾ ഉച്ചയ്ക്ക് തുടങ്ങിയാൽ തിന്നാ ഞാൻ അസോളം എന്തെങ്കിലും ഉണ്ടോ നോട്ടെ. വയറിലെന്താ കൊക്കപ്പുഴും എന്തെങ്കിലും ഉണ്ടോ? എടുക്കാൻ പറ്റണ ഞാൻ എടുത്തേ. ഉണ്ണീൻ്റെ വീട്ടിലേക്ക് പോകാം. ജേ പെയിൻ്റ് അടിക്കുക. ഓ ഉണ്ണീരടി. അസോള എൻ്റെ വാട്ടർ ടാങ്കിൻ്റെ വാ. കിണറിന് നിനക്കാണോ? എന്നാ വാ. അതിൽ തോന്നുന്നുണ്ടല്ലോ. കുളിക്കല്ലേ, കിണർ ഇവിടെ അടുത്തല്ല, അത് എടുത്തിട്ട് വേഗം വരുവാ. ഒറ്റയ്ക്കാണോ ഈ നാരങ്ങൻ്റെ? വേണം ചുമരിൻ്റെ മേലേക്ക് എത്തിക്കണല്ലോ.
നമ്മൾ ടീൻ്റെ മേലിലാണ്, ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് അസോളം എടുക്കാമെന്ന് വിചാരിക്കും. എന്തുകൊണ്ട് എടുക്കും? നീ ഇവിടെ നിന്ന് എടുത്തേ? എന്തുകൊണ്ട്? കോലും കൊണ്ടോ? എന്നിട്ട് എവിടെ കോലൊക്കെ? ഈ വടി കൊണ്ട് നമ്മൾ അവിടുത്തെ അസോളം എടുക്കണം. ഇനിയിപ്പോൾ അസോളം എടുക്കുമ്പോൾ എന്തായാലും എടുക്കാൻ പറ്റൂല. അസോളം എടുത്തതിൻ്റെ കാണിക്കാം. അസോളം എടുക്കാൻ സാധനം കിട്ടി. യോ 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 ഇതിട്ടാൽ എന്താ വെള്ളം ക്ലീനാവും. പിന്നെ മീൻ ഇതിൻ്റെ വേസ്റ്റ് തിന്നാൻ പറ്റും. വെള്ളം നല്ല ക്ലീനാവും. ഓക്സിജൻ കിട്ടും വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക്. പിന്നെ കുറേ ഉപകാരമുണ്ട് ഇതുകൊണ്ട്. ഇതുണ്ടോ, കാണാൻ നല്ല മൊഞ്ചൊക്കെ ഉണ്ടാവും കേട്ടോ. ഗപ്പിൻ്റെ 2-3 ഇട്ട് കൊടുത്തേക്കണ്. തണുത്ത തുണി, വെള്ളം നനഞ്ഞ തുണി ഇതിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു. ചോറ്, ഇത് നാരങ്ങ, ഗണപതി നാരങ്ങ. എന്താ വയറ്റിൽ കൊക്കപ്പുഴ എന്തെങ്കിലും ഉണ്ടോ? ഉച്ചയ്ക്ക് തിന്നാൻ തുടങ്ങിയോ? ഇതുണ്ടല്ലോ, ചവച്ച് വീട്ടൊക്കെ ഇങ്ങനെ ജോജൻ ഇങ്ങനെ ഇറങ്ങും തോന്നുന്നേ. കഴിയാൻ ലാസ്റ്റ് പീസ്. നല്ല മധുരമുണ്ട്. ഗണപതി നാരങ്ങ അതിൻ്റെ ഒരു ഇത് നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ നട്ട മരത്തിൽ തന്നെ പറിച്ചതാ. ഞാൻ ചെറുപ്പത്തിൽ നട്ട മരം ഒക്കെ ചെറുപ്പത്തിൽ നടന്നിട്ടുള്ളൂ. അതിപ്പോൾ വലുതായിട്ട് സൈസായി നിൽക്കുന്നുണ്ട്. അതുമേ താക്കിയത് ചോറ് തിന്നിട്ടേ ഗൈസ്. അമ്മാ സോയാബീൻ ഉണ്ടാക്കിയോ? പറഞ്ഞല്ലേ ഉണ്ടാക്കാൻ. ഞാൻ ഉണ്ടാക്ക അങ്ങനെ പറഞ്ഞാൽ ഉണ്ടായിട്ട് വരാം, എന്നിട്ട് ഉണ്ടാക്കാം. ഡെയിലി ചന്ദനത്തിരി ഇങ്ങനെ കത്തിച്ച് വെക്കും. അതെന്താ വെച്ചാൽ റൂമിൽ എന്താ ഇടയ്ക്ക് എന്തോ വല്ലാത്തൊരു എന്താവും, എന്തൊക്കെയോ ഒരു മണം ഉണ്ടാവും. എന്താ അറിയില്ല, ഈ റൂം മൊത്തം ഉണ്ടാവും. ഞാൻ അടിയിലൊന്നും വേസ്റ്റ് ഒന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഇടയ്ക്ക് എന്തോരം. അതുകൊണ്ട് ഞാൻ ഡെയിലി ചന്ദനത്തിരി കത്തിച്ച് വെക്കും. അതങ്ങനെയൊക്കെ ആയിട്ട് ചന്ദനത്തിരി കത്തിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം പറഞ്ഞാൽ 11 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.